വെർനിയർ കാലിപ്പർ പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത് വെച്ചാൽ ഈ MSR എന്താണ്, VSR എന്താണ്. മെയിൻ സ്കെയിൽ റീഡിംഗ് ആണ്. VSR പറഞ്ഞാൽ വെർനിയർ സ്കെയിൽ റീഡിംഗ് ആണ്. ഇതാണ് മെയിൻ സ്കെയിൽ, നമ്മുടെ സാധാ സ്കെയിൽ. അതിൽ ഏറ്റവും ചെറിയ വാല്യൂ ആണ് വലിയ വാല്യൂ സെൻറ്റിമീറ്ററാണ്. അതാണ് മെയിൻ സ്കെയിൽ റീഡിംഗ്. വെർനിയർ സ്കെയിൽ പറയുമ്പോൾ ഈ സ്കെയിൽ ഉണ്ടല്ലോ, ഇതിൽ ഈ ചെറിയ വരകളാണ് വെർനിയർ സ്കെയിൽ. അത് 10 ഡിവിഷൻസാണ് ഉള്ളത്. 10 ഡിവിഷൻസാണ് അതിൽ വരുന്നത്. അപ്പോൾ പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് വെച്ചാൽ നമുക്ക് ലീസ്റ്റ് കൗണ്ട് എന്താണ് അറിയണം. LC അത് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ വെർനിയർ സ്കെയിൽ ഇൻസ്ട്രുമെൻറ്റിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മെഷർമെൻറ്റിനാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയും. LSC പറഞ്ഞാൽ ഈ ഇതിൽ ഈ MSD ഉണ്ടല്ലോ, അതിൽ ഒരു MSD ഒരു ഡിവിഷൻ പറഞ്ഞാൽ എത്രയാണ്? 0.1 ആണല്ലോ. ഏറ്റവും വലിയ വാല്യൂ 1, 2, 3 ആണ്. അപ്പോൾ ഒരു ഡിവിഷൻ പറഞ്ഞാൽ 0.1 ആണ്. ബൈ N ആണ്. N പറഞ്ഞാൽ വെർനിയർ സ്കെയിലിൽ ഒരു ഡിവിഷൻ. വെർനിയർ സ്കെയിലിൽ ടോട്ടൽ ഡിവിഷൻ എത്രയാണ്? ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4 അങ്ങനെ 10 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ എത്രയാണ് വരിക? 0.01. LC 0.01 ആണ് വരിക. അത് ഫിക്സഡ് ആണ്. അപ്പം ഇനി നമുക്ക് റീഡിങ് എങ്ങനെ എടുക്കാൻ നോക്കാം. റീഡിങ് ഇതിപ്പോൾ തട്ടിക്കുട്ടി വരച്ചാണ്. ഇതാണ് മെയിൻ സ്കെയില്, വെർനിയർ സ്കെയിലിലെ ഡിവിഷൻ. ഇപ്പോൾ സ്പിയർ അവിടെ വെച്ചു. നമ്മൾ സ്പിയർ വെച്ച ശേഷം നമ്മൾ അളവെടുക്കാൻ പോകും. അപ്പോൾ ഇതിൽ ഈ വെർനിയർ സ്കെയിലിൽ ആദ്യത്തെ വര ഏതുമായിട്ടാണ് കോയിൻസൈഡ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരയായിട്ടാണ് ഇത് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തെ വര എവിടെയാണ് കിടക്കുന്നത്? അപ്പോൾ ഇത് കറക്റ്റ് നേർക്കാണ്. അപ്പോൾ ഇത് 6 ആണ്. 2.6 ആണ് MSR വരിക. ഇപ്പോൾ ചില സമയത്ത് ഇത് രണ്ടിൻ്റെ ഇടയിൽ വന്നു വിചാരിച്ചു ഈ വര, ഫസ്റ്റത്തെ വര. അപ്പോൾ നമ്മൾ ഈ ബാക്കത്തെ വര തന്നെ എടുക്കുക. അപ്പോഴും 2.6 വരിക. ഇത് ഫിക്സഡ് ആണ്. നമ്മളിപ്പോൾ 10 റീഡിങ് എടുത്താൽ 2.6 വരും. അടുത്തതാണ് VSR വെച്ചാൽ ഈ ചെറിയ എന്താ പറയുക വരകളിൽ ഏതെങ്കിലും ഒരു വര കറക്റ്റ് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഒന്നാമത്തെ ആവാം, ചിലപ്പോൾ രണ്ടാമത്തെ ആവാം. അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏത് വരയാണ് കറക്റ്റ് കോയിൻസൈഡ് ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ ഈ വരയാണ് കറക്റ്റ് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് നമ്മൾ നോക്കുന്ന സമയത്ത് കറക്റ്റ് എന്താ പറയുക, ഓരോ ആംഗിൾ നോക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. കറക്റ്റ് എന്താ പറയുക, നമ്മൾ ഇരുന്നിട്ട് കറക്റ്റ് ആംഗിൾ നോക്കിയാലും മനസ്സിലാവുക. അപ്പോൾ ഇതിൽ റീഡിങ് നമ്മൾ എണ്ണുന്നത് വെച്ചാൽ ഇത് 10 എണ്ണം ഉണ്ടെങ്കിലും നമ്മൾ എണ്ണുന്നത് വെച്ചാൽ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെയാണ് എണ്ണം. ഇതിപ്പോൾ എവിടെയാണ് കിടക്കുന്നത്? 0, 1, 2 മൂന്നാമത്തെ വരയിലാണ് കിടക്കുന്നത്. അപ്പോൾ VSR 3. ഇനി ടോട്ടൽ റീഡിങ് വെച്ചാൽ MSR പ്ലസ് VSR ഇൻറ്റു LC. അത് പറയുമ്പോൾ MSR എത്രയാണ്? 2.6 പ്ലസ് VSR 3 ആണ് ഇൻറ്റു LC എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. 0.0 വാല്യൂ കാണുന്നില്ല. 0.01 ആണ്. ഇത് ചെയ്യുക. അത് 3 എണ്ണത്തിൻ്റെ 6 എണ്ണം എടുക്കാൻ പറയും. 6 എണ്ണത്തിൻ്റെ റീഡിങ് ചെയ്യുക. എന്നിട്ട് ഈ കിട്ടിയ റീഡിങ്ങിൻ്റെ മീന് കണ്ടുപിടിക്കുക. ഈ മീനാണ് എന്താ പറയുക ഡയാമീറ്റർ. അത് ബൈ 2 ചെയ്തു പറഞ്ഞാൽ റേഡിയസ് കിട്ടി. ഇനി റേഡിയസ് കിട്ടിയല്ലോ, അത് അവിടെ എടുത്ത് വയ്ക്കാം. അതിന് ശേഷം സ്പിയറിൻ്റെ വോളിയം ഓഫ് സ്പിയർ ആണ് 4/3 πr³ ആണ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മീറ്റർ ക്യൂബിൽ യൂണിറ്റ് എഴുതണം, അതിന് മാർക്കുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് വെർനിയർ കാലിപ്പർ.